വേർഡ് ഓഫ് മൗത്തും പബ്ലിസിറ്റിയും അല്ലെങ്കിൽ പാരമ്പര്യമൊക്കെ നോക്കി കച്ചവടത്തിലേക്ക് വരുന്ന കഴിഞ്ഞിട്ടുണ്ട്. മറിച്ച് ആളുകളുടെ എൻഗേജ്മെൻറ്റ് പ്ലേസ് മാറിയിട്ടുണ്ട്, ആളുകളുടെ ബ്രാൻഡ് പെർസെപ്ഷൻ റേഞ്ച് മാറിയിട്ടുണ്ട്. മാറിയ കാലത്തിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് മെഷീൻ നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യണം, മാർക്കറ്റിംഗ് ആക്ടിവിറ്റി റെഗുലറായിട്ട് ചെയ്യണം. അതിലൂടെ നിങ്ങളൊരു കൃത്യമായൊരു പൊസിഷനിങ് ബ്രാൻഡിങ്ങിൽ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ലീഡ് മാനേജ്മെൻറ്റ് സിസ്റ്റവും സോഫ്റ്റ്വെയറും ടീമിനെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ പ്രൊഡക്റ്റ് മാത്രം വെച്ച് ഷോറൂമിൽ കുറേ ലൈറ്റും ഫിറ്റ് ചെയ്തിട്ട് ഇൻറ്റീരിയർ മനോഹരമാണ് എന്ന് പറഞ്ഞ് കസ്റ്റമർ വരട്ടെ എന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ ആ വരുന്ന കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നല്ല മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് അവർ വരുമായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഇന്ന് വന്ന ഒരാളെ നാളെ എത്തിക്കണമെങ്കിൽ രണ്ട് കാര്യം ഉണ്ടായിരിക്കണം. അയാളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കസ്റ്റമർ സർവീസ് നമ്മുടെ ഉള്ളിൽ, കസ്റ്റമർ ടച്ച് പോയിന്റുകൾ നമ്മൾ അവരെ ഹാപ്പി ആക്കത്തക്ക രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, എഫക്റ്റീവ് ആയിട്ടുള്ള വൈറൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രമല്ല, എങ്ങനെയാണ് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ പ്രൊഡക്റ്റിനും വേണ്ടത് അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ്സിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. മുൻപൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ ഓരോ പീരീഡിലും കൃത്യമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, പ്രൊഡക്ഷൻ പോലെ അതുപോലെ തന്നെ പെർച്ചേസ് പോലെ സെയിൽസ് പോലെ തന്നെ ഒരു ബിസിനസ്സിൽ ആക്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ കീപ്പ് ദ സെയിൽസ് ഫ്ലോ.